ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ കല്യാണം നടത്താൻ വന്നതാണെങ്കിൽ കല്യാണം നടത്തിയിട്ട് വെക്കണം. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്റെ അളിയന്റെ മെക്കിട്ട് കേറിയാലുണ്ടല്ലോ അളിയാ, ഞാനൊന്ന് മൂളിയാ മാർക്കറ്റിലെ പിള്ളേര് നേരെ നിന്റെ ഓഫീസിലോട്ട് ചെന്ന് കയറും. മതി. എടാ, നമുക്കൊരു സെൽഫി എടുത്താലോ? വാടാ. എഴുന്നേക്ക് മോളെ, വാ. ഇനി ഞാനും മോളും കൂടി ഒന്ന് എടുക്കട്ടെ. നോക്കുമോളെ. ഋതുമോളെ, നിനക്കറിയാലോ, അംബികയുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോ ഫോട്ടോയിൽ സന്തോഷമായിട്ട് നിൽക്കണം. മനസ്സിലായോ? ഉള്ളിലുള്ളതല്ലേ അമ്മായി മുഖത്ത് വരൂ. ചിരിക്കടി, ചിരിക്കാൻ. രാജു, നമ്മുടെ ഇടയിലുണ്ടായിരുന്നതൊക്കെ അവസാനിച്ചു. നമ്മളിനി രണ്ടു വഴിക്ക് പിരിയ. അതെ മേഡം. രാജുവിന് വിഷമമില്ലേ? മനസ്സിലില്ലാത്തതും മുഖത്ത് കൊണ്ടുവരാൻ ഈ അംബികയ്ക്ക് അറിയാന്ന് അമ്മായിയുടെ പൊന്നു മൂക്ക് മനസ്സിലായില്ലേ? യാമിനി, ദേ നീ ഋതുമുള്ള ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്ത്. ചെക്കനും പെണ്ണും ചെക്കന്റെ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കട്ടെ. ചെല്ലു മോളെ. എന്താ ശരി സാറേ? ഒന്ന് വന്നേ. ഒന്ന് വാ. പുറമേന്ന് ജോലിക്കാരെ ഒന്നും വിളിക്കണ്ട. എന്തുണ്ടെങ്കിലും ഇവനെ ഏൽപ്പിച്ചാ മതി. മുറ്റം വൃത്തിയാക്കാനോ തൂത്തു തുടയ്ക്കാനോ നിങ്ങൾക്ക് എന്ത് സഹായത്തിനും എല്ലാത്തിനും രാജു ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നല്ലോ. അതിന് 3 നേരം ആഹാരം കൊടുത്താൽ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. നമ്മൾ വരുമ്പോ എണീറ്റ് നിന്ന് വാലാട്ടും. അല്ലാതെ എന്തെങ്കിലും ഒരു പണി ചെയ്യൂ. നമ്മളൊരാളെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരാളെ നിർത്തണം. 3 നേരം ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിലേ നായക്കല്ല, ഇങ്ങനെ ഒരുത്തന് കൊടുക്കണം. അതെ രാജു, ആകെ ഒരു നിരാശയിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? തന്നെ ഏൽപ്പിച്ച പണികളെല്ലാം കഴിഞ്ഞോ? തീർന്നു. വിഷമിക്കേണ്ട, അടുത്ത പണി തരാം.
അതെ, ഞാനൊരു കാര്യം വളരെ മാന്യമായിട്ട് അങ്ങോട്ട് പറയാം. തനിക്ക് തടി കേടാക്കണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. തന്റെയും ഋതിക മേഡത്തിന്റെയും പഴയ കഥകളൊക്കെ ദീപക് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിന്റെ വർക്ക് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സിറ്റിയിലെ പല VVIP ഫംഗ്ഷനുകളും ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നത് ഞങ്ങളാ. അതിനുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾക്കുണ്ട്. എല്ലാ സെറ്റപ്പും എന്ന് പറഞ്ഞാ മനസ്സിലായി കാണുമല്ലോ. അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് നിന്റെ വക എന്തെങ്കിലും അഭ്യാസം നാളെ വിവാഹത്തിന് ഇറക്കാമെന്ന് നീ കരുതണ്ട. ഇറക്കിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ കിടക്കേന്ന് എണീക്കേണ്ടി വരില്ല. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ നിനക്ക് കൊള്ളാം. വെറുതെ പിള്ളേർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. എങ്കിലേ ഹാളിലേക്ക് ചെന്ന് ഹൽദി നടക്കുന്ന ഇടമെല്ലാം നല്ല വൃത്തിയാക്കി വെടുപ്പാക്കി ഇടണം. ശരി സാർ. ഞാൻ വന്ന് നോക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അളിയാ, എന്താ അളിയാ, എന്താ പറയുന്നത്? ഏയ് ഒന്നുമില്ലല്ലേ. താനാരാ? ആ, താൻ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ആളല്ലേ? തന്റെ ജോലിക്കാരല്ലേ? ഫംഗ്ഷൻ നടന്നിടവും നടക്കാൻ പോകുന്നിടമൊക്കെ വൃത്തിയാക്കേണ്ടത് താൻ എന്തിനാ ആ ജോലിയൊക്കെ രാജുവിനെ ഏൽപ്പിക്കുന്നത്? അളിയ, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് രാജുവിനെ പറഞ്ഞേൽപ്പിച്ച പണിയാ. രാജു അത് ചെയ്യുന്നെന്ന് വെച്ചിട്ട് തനിക്ക് വല്ല വിഷമം ഉണ്ടെങ്കിൽ താൻ ചെന്നങ്ങ് സഹായിക്ക്. എന്റെ അളിയൻ രാജു മിനിസ്റ്റർ വർമ്മ സാറിന്റെ PA യാ, അല്ലാതെ ഇവിടുത്തെ വീട്ടു ജോലിക്കാരനോ പുറംപണിക്കാരനോ അല്ല. അളിയ, അളിയൻ ബഹളം ഉണ്ടാക്കാതെ. മിണ്ടാതിരി അളിയ. ഇവനെന്താ തീരെ മര്യാദയില്ല സംസാരിക്കുന്നത്? എന്താടാ, ഭീഷണിയാണോ? ആണെങ്കിൽ എന്ത് ചെയ്യണ നീ? അളിയ, നിനക്ക് ഞങ്ങളെ ശരിക്കും അറിയില്ല. ഇവിടെ ഇപ്പൊ എന്റെ കൺട്രോളിലാ. ആ, ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയ നിന്നെ വലിച്ചു വാരി പുറത്തേക്കെറിയും. പിന്നെ ദാ, അളിയ, പണ്ട് ജുവലറി നടത്തിക്കൊണ്ടിരുന്ന കല്ലുകാട്ടിൽ പീതാംബരനല്ലേ നിന്റെ മോനാളി? അളിയ, ഒന്ന് നീ അടങ്ങി. ഒന്ന് അയാളുടെ ഫോൺ വിളിച്ച് ചോദിക്കും, പുത്തൻ മാർക്കറ്റിലെ പിള്ളേരറിയാമോ? അളിയ, ഒന്ന് മലയാളി ഇവിടെ കല്യാണം നടത്താൻ വന്നതാണെങ്കിൽ കല്യാണം നടത്തിയിട്ട് വെക്കണം. വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ട് എന്റെ അളിയന്റെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ, അളിയ, ഞാനൊന്ന് മൂളിയാ മാർക്കറ്റിലെ പിള്ളേര് നേരെ നിന്റെ ഓഫീസിലോട്ട് ചെന്ന് കയറും. അളിയ മതി. ഹരിസാറേ, ഹരിസാറ് ചെല്ല്. ഹോളൊക്കെ ഞാൻ വൃത്തിയാക്കിട്ടോളാം. അളിയ ഒന്ന് സമാധാനപ്പെട്. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാണാടാ. ആ കാണാം. ആ കാണാം. പോടെ. അവന്റെ മഞ്ഞ ഉടുപ്പ് കറുത്ത പേന്. അളിയാ, അളി എന്തൊക്കെ കാണിക്കുന്നു? അകലേ നോവിനാലേ